ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷാജിയുടെ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. അതിൽ കാസർഗോഡുകാരന് പുറമെ മറ്റൊരു വ്യക്തിയുമായുള്ള പണ ഇടപാടും അതുപോലെ തന്നെ അദ്ദേഹം ഷാജിയുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ നിക്ഷേപിക്കുകയും അതുപോലെ തന്നെ ആ പണത്തിന് അവർ ജ്വല്ലറിയിൽ പോയി ഒരു മഹർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആഭരണം എടുക്കുകയും അതിൻ്റെ ലോക്കറ്റിൽ പേരടിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ച് അക്ഷരങ്ങൾ ചോദിക്കുന്നതെല്ലാം തന്നെ നമ്മൾ ഇന്നലെ വീഡിയോ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് ഇപ്പോൾ സാജിദ് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് തുറന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു വോയിസ് മെസ്സേജ് സാജിദക്ക് അയക്കുകയും ആ വോയിസ് മെസ്സേജ് അദ്ദേഹം പറയുന്നുണ്ട്, ഈ 1 ലക്ഷം രൂപ താനൊരു ബാങ്കിലിട്ടിരുന്നെങ്കിൽ ഏകദേശം ഒരു 2000 രൂപ അല്ലെങ്കിൽ 1500 രൂപ പലിശയെങ്കിലും എനിക്ക് ലഭിക്കുമായിരുന്നു എന്നും താനിപ്പോൾ എൻ്റെ മുഖത്ത് ചെരുപ്പിട്ട് ചവിട്ടി ഡാൻസ് കളിക്കുകയാണ് എന്നും അതിന് മെനക്കെടണ്ട എന്നും സജിദോട് വളരെ ദേഷ്യത്തോടെ അദ്ദേഹം പ്രതികരിക്കുന്ന ഒരു ഓഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യമായി സാജി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അദ്ദേഹം അയച്ച ആ വോയിസ് മെസ്സേജ് അയാൾ പൈസ അയച്ചെന്ന എവിഡൻസ് ഉണ്ടാവും, പിന്നെ എന്റെ ഈ വോയിസ് ക്ലിപ്പുകൾ ഉണ്ടാവും. അല്ലാണ്ട് പിന്നെ പുതിയതായിട്ട് അയാൾക്ക് എവിഡൻസ് ഒന്നും ഇല്ല. അയാളുടെ വേണമെങ്കിൽ ഞാൻ എന്റെ ഫോണിൽ കാണിച്ചു തരാം. അയാൾ അയച്ച മെസ്സേജസ് ഒക്കെ ഞാൻ വേണമെങ്കിൽ ഇപ്പോഴും അയാൾ എനിക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. നായിക വട്ടം ഞാൻ എന്നോട് എത്രയോ വട്ടം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പുറത്തേക്ക് വിളിച്ചിട്ട് പോയി എന്നോട് ഇടിപ്പിച്ചണ്ട എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടിട്ടില്ല. ഇതിന്റെ നെഞ്ചത്ത് ചവിട്ടി തേക്കേനി, ചെരുപ്പിട്ട് കണ്ട് നെഞ്ഞത്ത് കയറി ഡാൻസ് കളിക്കേനി. ജി മനസ്സിലായോ? ഇത് ഇപ്പോഴും ഇന്നെ വിളിച്ചത് വിളിയുണ്ട്. ഇത് എരന്ന് വാങ്ങാണ്, കല്ല് ചോദിച്ചു വാങ്ങാന്ന് പറഞ്ഞിട്ടില്ലേ, അത് ഇത് എരന്ന് വാങ്ങാണ്, പിച്ചെടുത്ത് ചോദിക്കാണ്. ജി എന്നോട് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, കളിച്ചണ്ട എന്നോട് മറ്റേ പിന്നെ കയ്യിലിങ്ങനെ പിടിച്ചിക്കാണ്ട് ബാബുന്ന് വെച്ചിക്കാണ്ട് ചെയ്ത വീഡിയോ ഞാൻ വിടും പുറത്തേക്ക്. അത് ജനസമൂഹത്തിന്റെ മുന്നിൽ കുണ്ടലിനെ പണി കിട്ടിക്കണ്ട, മനസ്സിലായില്ലേ? അത് ഞാൻ എന്നോട് ഇപ്പോഴും പറയുന്നുണ്ട്. ഞാൻ എന്റെ കുട്ടികൾക്കൊന്നും ഒറ്റല്ല, ഞാൻ ഇതൊന്നും അല്ല ഞാൻ വിടേണ്ടത്, വേറെ പിന്നെ മറ്റേ കേട്ടോ അങ്ങനെ ചിന്തിക്കണം. ഞാൻ എന്നെ മോശമാക്കി ചിത്രീകരിക്കാനോ അല്ല മോശമാക്കി പറയാനോ ഒരു കാര്യത്തിലും ഞാൻ വന്നില്ല. എനിക്ക് പിന്നെ ഇന്റർനെറ്റിലെ പാട്ട് കൂടെ വിട്ടാൽ മതി. ഇന്റർനെറ്റിലെ പാട്ട് കൂടെ വിടാതെ എന്താ ചെയ്ത് ഇത്രയും ദിവസം എന്റെ പൈസ എന്റെ കജ്ജി വെച്ചിട്ട് എനിക്ക് ഒരു മാസം ബാങ്കിലിട്ടാൽ 1 ലക്ഷം രൂപയ്ക്ക് എങ്ങനെ ആരും എനിക്ക് 2000 കിട്ടും, 1500 കിട്ടൂലേ? എന്റെ അക്കൗണ്ടിൽ കിടക്കേണ്ട പൈസ അല്ല എന്റെ കുടുംബം ഉപയോഗിക്കേണ്ട അത് വരെയേക്കും എന്റെ ഭാഗത്ത്. ഞാൻ അന്ന അത് പറയാനോ ഒരു കാര്യത്തിലും ഞാനില്ല. അത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ടും പറയണ്ട. എന്റെ പേര് വെച്ചിട്ട് മറ്റുള്ള അനക്കും വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളേക്ക് പറഞ്ഞ അടിസ്ഥാനത്തിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഞാൻ പ്രതികാരം ഞാൻ നാട്ടിൽ വന്നിട്ട് തീർന്നു. അത് വരെയേക്കും ഞാൻ തൽക്കാലം ഞാൻ മാറി നിൽക്കാന്ന് പറയാൻ കാര്യം എനിക്ക് ഇതോട് താല്പര്യമില്ല. പൊതുവെ ഈ പണി സോലിന്റെ ഇടയിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്ക് പറഞ്ഞുകൊണ്ട് ജീവിക്കണേ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് പൊതുവെ. പിന്നെ ഞാൻ നമ്പർ 14 ബ്ലോക്കാണ്. ഒരു കാര്യത്തിലും എന്നെ വിളിച്ചും വേണ്ട, ഇടപെടും വേണ്ട. ഞാനൊരു കാര്യം വരുന്നില്ല, ശത്രുക്കൾക്കില്ല, വൈരാഗ്യത്തിനും വലിയ വ്യത്യാസമില്ല. ഞമ്മക്ക് മനുഷ്യന്മാരാണ്. ആ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തില്ല നാട്ടിൽ വന്നിട്ട് ഞാൻ ഇന്റർനാഷണൽ രീതി ദുനിയാവ് നമുക്ക് ഒന്നുമല്ല. ആ ചാണ തിന്നണയിലേ ഒരു അന്തസ്സുണ്ട്. വളരെ വ്യക്തമായി അദ്ദേഹം വളരെ ദേഷ്യത്തോടെ സാജിദോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ സാജിദ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ആ പൈസ തിന്നതിന് നല്ലത് വേറെ എന്തെങ്കിലും തിന്നതാണ് എന്നിവരെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹം സാജിദോട് കയർത്ത് സംസാരിക്കുന്നതാണ് ഈ വീഡിയോ. തൻ്റെ പുറകെ നടക്കാൻ തനിക്ക് സമയമില്ല എന്നും ആ പൈസ തിരിച്ചു തരുന്നതാണ് നല്ലത് എന്നിവരെ അദ്ദേഹം വളരെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം വളരെ സെക്ഷലായ രീതിയിലാണ് സാജിദയോട് സംസാരിക്കുന്നത് എന്നും അതുകൊണ്ടാണ് താൻ ഇദ്ദേഹത്തെ കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചത് എന്നും സാജിദ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതിന്റെ മുന്നേ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ലേഖിക അവരോട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ആ വീഡിയോയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയില്ല എന്നുള്ള അവരുടെ ചോദ്യത്തിന് സാജിദ് പറയുന്ന മറുപടി എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യമായി ഞാൻ കേൾപ്പിച്ചു തരാം. ഇത്ര റിയാക്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പുള്ളിക്ക് സെക്ഷൽ അപ്രോച്ച് ഉണ്ട്, അതിന് മാത്രം മതി റിലേഷൻ, കാശ് തരാം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പറഞ്ഞത്. ഇത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അത് ബാക്കിയുള്ള വീഡിയോസിലൊന്നും കൊണ്ടുവരാത്തത്? കാരണം ഇങ്ങനെ ഒരു അപ്രോച്ച് ഉള്ളത് കൊണ്ടാണ് ആ ബന്ധം നിർത്തിയത് എന്നുള്ളൊരു കാര്യം. അല്ല, അതിങ്ങനെ ഒരാളെ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിനെ ഇങ്ങനെ മോശം ഇത് അവര് ചെയ്യണ പോലെ നമ്മൾ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ ഇയാളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ തുറന്നടിച്ച് പറയണ്ട, അയാൾക്ക് ഒരു ലൈഫ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതവിടെ നിർത്തിയത്. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വീഡിയോസിലൂടെയൊക്കെ ഇയാൾ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇയാൾക്ക് എന്താണോ മെയിൻ ആവശ്യം എന്നൊക്കെ നമുക്ക് പറയായിരുന്നു. അയാൾ പറയായിരിക്കും നിന്നെ കല്യാണം കഴിക്കാം അങ്ങനെയുള്ളത്. പക്ഷെ ഇയാളെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അയാൾ സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തെ ഓർത്ത് അവരുടെ ഒരു ഭാവി ജീവിതത്തെ ഓർത്ത് സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ അതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാത്തതും അതുപോലെ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാത്തതും എന്നാണ് ഷാജി നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും അത് വളരെ സത്യമായ
വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിനും ഒരു ലൈഫുണ്ട്, അത് തകർക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രീതിയിൽ കയ്യിൽ നിന്നും പൈസ വാങ്ങി അത് എന്തിനുപയോഗിച്ചു എന്നൊക്കെ സോഷ്യൽ മീഡിയ വളരെ ചൂടേറിയ ഒരു ചർച്ച ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പൈസ ഇട്ടു എന്ന് പറയുന്നത് പ്രലോഭനത്തിൻ്റെ രീതിയിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ട് വരും. കാരണം ഒരു മഹർ വാങ്ങാൻ വേണ്ടി അദ്ദേഹം ഒരിക്കലും സാജിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടേണ്ട യാതൊരു ആവശ്യം തന്നെ ഇല്ല. സാധാരണ രീതിയിൽ മഹർ വാങ്ങുന്നത് ആണുങ്ങളാണ്. ആ മഹർ കൈവശം വെക്കേണ്ടതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കല്യാണത്തിൻ്റെ ദിവസം മാത്രമേ ആ മഹർ തൻ്റെ ഭാര്യയാൻ പോകുന്ന സ്ത്രീക്ക് അണിയിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ എന്തിന് അദ്ദേഹം 1 ലക്ഷം രൂപ സാജിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ. അദ്ദേഹം ഇങ്ങനെ ശോഭിച്ചത് കൊണ്ടൊന്നും കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയില്ല. അപ്പോൾ സാജി പറഞ്ഞത് വളരെ കൃത്യമായി 1 ലക്ഷം രൂപ അദ്ദേഹം അക്കൗണ്ടിൽ ഇട്ടു എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. അത് തിരിച്ചു കൊടുക്കുമോ ഇല്ലേ എന്നും സാജി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിലും വലിയ മൂന്നാമതൊരു ഫ്രണ്ടും കൂടി തനിക്കുണ്ട് എന്നും അവരുമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാറുണ്ട്, അവരാണ് എൻ്റെ നെടുന്തൂണ് എന്നെല്ലാം സാജി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നുണ്ട്. സാജിയുടെ ഏറ്റവും വലിയ ഒരു ഡിഫാൾട്ട് എന്ന് പറയുന്നത് ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞ് അതേ സ്പോട്ടിൽ തന്നെ മറ്റൊരു ചാനൽ പോയി ഇരുന്നു കൊണ്ട് ആ വാക്ക് മാറ്റി പറയുന്നതാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുകയില്ല. എന്നാലും സാജിയുടെ കാര്യത്തിൽ അവരുടെ ഭാഗത്തും ചില സത്യങ്ങൾ ഉണ്ട്. തീർച്ചയായിട്ടും അവരൊരു സ്ത്രീയാണ്, അവർക്കും ഇതുപോലെ തന്നെ ജീവിക്കാനും അതുപോലെ തന്നെ ചാനൽ നടത്താനും കണ്ടന്റുകൾ ഉണ്ടാക്കാനും എല്ലാം തന്നെയുള്ള എല്ലാവിധ അവകാശങ്ങളും നമുക്കുള്ളതുപോലെ തന്നെ അവർക്കും ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ കൈകടത്താനും യാതൊരു സ്വാതന്ത്ര്യവും മറ്റാർക്കും തന്നെ ഇല്ല. അവർക്ക് കല്യാണം കഴിക്കാനും കുട്ടികളെ പോറ്റാനും എല്ലാവരുടെ സ്വാതന്ത്ര്യവുമുണ്ട്. തൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് കൈനീട്ടാനോ മറ്റോ അവർ തയ്യാറായില്ല. 5 മക്കളെയും അവർ ഇന്നും സ്വന്തം ചെലവിൽ പോറ്റുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അഭിമാനപരമായ ഒരു കാര്യം തന്നെയാണ്. അതിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കല്യാണം കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുമധ്യത്തിൽ വന്നുകൊണ്ട് വളരെ മെച്ചമായ രീതിയിലുള്ള ഒരു പരാമർശം നടത്തി ഹാസ്യരൂപേണ പ്രചരിപ്പിക്കുന്നതോ ഇച്ചാൽ ബാക്കി കാര്യങ്ങൾ സാജി ചെയ്യുന്നത് ശരിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇത്തരം കാര്യങ്ങളിൽ യാതൊരു നിലക്കും അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനത്തിന് പിന്തുണ നൽകാനോ കഴിയുകയില്ല എന്ന് മാത്രം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തീർത്തും പുതിയ ഒരു വീഡിയോയുമായി നാളെ നമുക്ക് കാണാം. ഇൻഷാ